Hello guys, welcome back to my YouTube channel Life and Living. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ജർമ്മൻ റിലേറ്റഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ആൾക്കാർ ഒരുപാട് പേര് അവരുടേതായിട്ടുള്ള സംശയങ്ങളും ഡൗട്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ട്, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്, ഞാനതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, അതിനകത്ത് കുറേ പേര് എന്നോട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ വൊക്കാബ് പഠിക്കാൻ വേണ്ടി, അതായത് വേർഡും മീനിങ്സും പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ വൊക്കാബിന്റെ കേസ് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വൊക്കാബ്. വൊക്കാബ് ഇല്ലാതെ നമുക്കൊരു ഭാഷ എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ പാടാണ്. അതായത് ഒരു ഭാഷ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിന് മെയിൻ സാധനമാണ് വൊക്കാബ്, വേർഡ് മീനിങ്സ്. അത് നമ്മൾ ഇപ്പോൾ പഠിച്ചാൽ ഒരിക്കലും നമുക്ക് മൊത്തം പഠിക്കാൻ പറ്റത്തില്ല. അതായത് അതങ്ങ് നീണ്ടൊരു കടൽ പോലെ അങ്ങനെ കിടക്കുക. അത് നമ്മൾ ഇവിടുന്ന് നമുക്ക് പഠിക്കാവുന്ന അത്രയും പഠിച്ചിട്ട് പോവുക, അവിടെ ചെന്ന് പിന്നെ നമ്മളെന്ന് യൂസ് ചെയ്ത് അങ്ങനത്തെ വൊക്കാബ് പഠിക്കുക എന്നല്ലാതെ നമുക്ക് ഒരിക്കലും ഫുള്ളി വൊക്കാബ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് പഠിക്കുന്നതിന് എന്തെങ്കിലും ഇപ്പൊ ഞങ്ങൾ സ്പ്രഹൻ ആണെങ്കിലും ഷൈബൻ ആണെങ്കിലും ലേസൺ ആണെങ്കിലും ഹ്യോറൻ ആണെങ്കിലും ഈ 4 എണ്ണത്തിൽ നമുക്ക് വൊക്കാബിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി ട്രിക്ക് ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഷൈബൻ, സ്പ്രഹൻ, ലേസൺ, ഹ്യോറൻ ഒക്കെ ചെയ്തു. അപ്പൊ ഇതിന്റെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കമന്റ് ചോദിച്ചവർക്കൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റയിലുള്ളവർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പ്രത്യേകം ഒരു ട്രിക്ക് എന്നൊന്നും പറയാനില്ല. ഒരു കുറച്ച് ടിപ്സ് ആയിട്ടുള്ളത് എനിക്കറിയാവുന്ന ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇന്ന ട്രിക്കിൽ ചെയ്താൽ നമുക്ക് വൊക്കാബ് പഠിക്കാം. ഞാൻ വൊക്കാബ് നമ്മൾ കാണാണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. അത് നമുക്ക് വേർഡ് പഠിക്കുക, അതിന്റെ മീനിങ് പഠിച്ചു വെക്കുക. അപ്പൊ എപ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടത് അത് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടിപ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതായത് വൊക്കാബ് എങ്ങനെ ഒട്ടും പഠിക്കണം എന്ന് അറിയില്ല, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക വൊക്കാബ് പഠിക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ അതിന് പറ്റിയൊരു ചെറിയ ടിപ്പായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, ഫസ്റ്റ്ലി നിങ്ങൾ വൊക്കാബ് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വൊക്കാബിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് വൊക്കാബ് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് സമയം കണ്ടെത്തി വൊക്കാബ് ഇന്ന ദിവസം ഇത്ര വൊക്കാബ് കണ്ടെത്തുന്നു, അത് പഠിക്കുന്നു, അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാതെ നിങ്ങൾ എന്താണേലും നിങ്ങൾ ലേസൺ, ഹ്യോറൻ, ഷൈബൻ, സ്പ്രഹൻ ഈ 4 എണ്ണത്തിന് വേണ്ടിയും വർക്ക് ചെയ്യും. അപ്പൊ ഇനിയിപ്പോ ലേസന്റെ കാര്യം പറയാം. ലേസന് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലേസൺ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അന്നേരം കിട്ടാത്ത വൊക്കാബ് ലേസണിൽ എന്തായാലും അഫ്കോഴ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് വൊക്കാബ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ലേസണിലാണ്. കാരണം ലേസണിൽ വായിക്കുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് വേർഡ്സ് അറിയാത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ നോട്ട് ചെയ്ത് പോകുക. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂസ് വായിച്ച് പൊക്കോളൂ, പക്ഷെ നിങ്ങൾ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, നോട്ട് ചെയ്ത് പോയിട്ട് നിങ്ങൾ ആ ലേസൺ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ആ നിങ്ങൾ നോട്ട് ചെയ്ത വേർഡ്സിനെ എല്ലാം മീനിങ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെന്താ, ലേസണിൽ പൊതുവേ വരുന്ന വൊക്കാബുകളിൽ നിങ്ങളെ വേറൊരു ലേസണിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഒരു 2 ലേസൺ എടുത്ത് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ലേസണിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന വേർഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ വേറെ ലേസൺ റീഡിങ്ങിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ലേസണിൽ അറിയാത്ത വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ അടുത്ത ലേസൺ അത് ഹെൽപ്പ് ചെയ്തിരിക്കും. അപ്പൊ ലേസൺ ഒന്നും കൂടി നിങ്ങളെ സിമ്പിൾ ആക്കും. ഞാനിത് പക്കാ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സമയം കിട്ടിയിട്ടില്ല ചെയ്യാൻ. എനിക്കും ഇതിനെക്കുറിച്ച് അന്നേരം വലിയ അറിവൊന്നും ഉണ്ടാവില്ല. ഇത്രയും ഇമ്പോർട്ടൻസ് ഞാൻ അതിനന്നേരം കൊടുത്തിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവസാന എക്സാമിന്റെ സമയമൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണെന്ന് പലരും പറയും, സാറും ടീച്ചറും ഒക്കെ പറഞ്ഞാലും നമ്മൾ അതിനു വേണ്ടി ഒരു സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഞാൻ തയ്യാറായിട്ടില്ല പേഴ്സണലി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്താൽ കിട്ടും. അതേപോലെ ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്, അവസാന എക്സാം ആയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന കാര്യങ്ങളാണെന്നുള്ള എൻ്റെ ഒരു പരിചയം വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു തരുവാണ്. അപ്പൊ ഫസ്റ്റ്ലി ലേസൺ വായിക്കുമ്പോൾ ജസ്റ്റ് ആ ലേസൺ വായിച്ച് മാർക്ക് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്ത് അതിന്റെ ജസ്റ്റ് ആൻസർ ചെക്ക് ചെയ്ത് എത്ര കിട്ടി എന്ന് നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ അറിയില്ലാത്ത വേർഡ്സ് കുറെ ഉണ്ടാകും, അത്രയും വേണ്ട. നിങ്ങൾക്ക് മെയിൻലി ഇതൊരു ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തോന്നുമല്ലോ ഈ ഒരു സെന്റൻസിൽ ആ ഒരു വേർഡ് അറിഞ്ഞാലേ ചിലപ്പോൾ ആ സെന്റൻസ് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ രീതിയിൽ അത് മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് അതിന്റെ വൊക്കാബ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക. അപ്പൊ അതിൽ നിങ്ങൾ ആ വൊക്കാബ്സ് നിങ്ങൾ അപ്പൊ പഠിക്കാൻ സമയമില്ലെങ്കിലും സാരമില്ല, നിങ്ങൾ അത് കളക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ലെസൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലെ കുറെ വേർഡ്സ് സെയിം കാണാൻ പറ്റും. അപ്പൊ ആ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ആ 2ാമത്തെ ലെസണിൽ നിങ്ങൾക്ക് അറിയാത്ത കളക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വേറെ ലെസണിൽ കാണാൻ കഴിയും. അപ്പൊ ലെസണിൽ പൊതുവെ ഉപയോഗിക്കുന്ന വൊക്കാബുകൾ മിക്ക ലെസണിലും കാണും. അപ്പോ ഇത് ആണ് നിങ്ങൾക്കപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലേസൺ ഒന്നും കൂടി സിമ്പിൾ ആയി വരുവാണ്. അതേപോലെ തന്നെ നിങ്ങൾ വൊക്കാബ് പഠിക്കുകയാണ്. ഒരുപാട് വൊക്കാബ് നിങ്ങൾ അതിനുവേണ്ടി തന്നെ ഇരുന്ന് കളക്ട് ചെയ്യാതെ നിങ്ങൾ ഈ ലേസൺ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വൊക്കാബ്സും കിട്ടുകയാണ്. അപ്പൊ അതാണ് എനിക്കൊരു ടിപ്പായിട്ട് പറയാനുള്ളത്.
ഇത് സെയിം രീതി തന്നെയാണ് നിങ്ങൾ ഹ്യോറൻ ചെയ്യുമ്പോഴും. ഹ്യോറലിനും എന്താണ് ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഹ്യോറൻ നിങ്ങൾ വായിക്കുമ്പോൾ ഹ്യോറൻ നിങ്ങൾ അപ്പൊ കേൾക്കുവാണ്. അപ്പൊ ഓക്കെ, നിങ്ങൾ അപ്പൊ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറിയാൻ പാടില്ലാതെ പെട്ടെന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് നോക്കിയോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ മീനിങ്സ് കണ്ടെത്തി ഒരു സ്ഥലത്ത് ഒരു ബുക്കിൽ ഇതെല്ലാം ഒരു ബുക്കിൽ കളക്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക, അതാണ് ബെറ്റർ. പഠിക്കാൻ പറ്റുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ വൊക്കാബ് ഒരുപാട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വൊക്കാബ് ആയിരിക്കും. ഇതിപ്പോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ വൊക്കാബ് പഠിക്കുന്നു. ഓക്കെ, ആ വൊക്കാബ് നമുക്ക് ലേസണിൽ ഹ്യോറലിൽ അല്ലെങ്കിൽ ഷൈബൻ സ്പ്രഹിൽ ഹെൽപ്ഫുൾ ആവുമോ, ഇത് പഠിച്ചാൽ മതിയോ, ഇതാണ് മെയിൻ വൊക്കാബ് എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടാവും. അപ്പൊ ഇതേപോലെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ലേസണിൽ ഹ്യോറലും പല ലേസണിൽ ഹ്യോറലും ഒരേ മാതിരിയുള്ള അതായത് കോമൺ ആയിട്ട് വരുന്ന കുറെ വൊക്കാബുകൾ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കളക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ സ്പ്രഹന ഷൈബൻ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഈ 4 മൊഡ്യൂൾ നമുക്ക് തിരിക്കാൻ പറ്റുക. 4 മൊഡ്യൂൾ നമുക്ക് തിരിക്കാൻ പറ്റും. എന്റെ മൈക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഓഫ് ആയി പോയതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ പേടിയ മൈക്ക് ഓൺ ആണോ എന്നുള്ളത്, ഇല്ല വോയിസ് ഫുൾ കിട്ടാതെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും ഈ ഒരു 4 മൊഡ്യൂൾസിനെ തിരിക്കുക. ലേസൺ, ഹ്യോറൻ, ഷൈബൻ, സ്പ്രഹൻ, നമ്മളെല്ലാവരും അങ്ങനെയാണ് തിരിക്കുക. ലേസൺ ഹ്യോറിനും പൊതുവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഷൈബൻ സ്പ്രഹന് വേണ്ടി പൊതുവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ലേസൺ ഹ്യോറിന് വൊക്കാബ് നിങ്ങൾക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ലേസൺ ഹ്യോറിന് സിമ്പിൾ ആവും, നിങ്ങൾക്ക് ഒരുപാട് വൊക്കാബ് കിട്ടും. അതെല്ലാം നിങ്ങൾ പറയുന്ന ഷൈബൻ സ്പ്രഹൻ. ഷൈബനിൽ നമുക്ക് എഴുതുമ്പോൾ തനിയെ ഒരുപാട് വൊക്കാബ്സ് നമ്മുടെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് വെളിയിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് വൊക്കാബ് വേണം. നമ്മൾ സ്പ്രഹൻ സംസാരിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനൊക്കെ ആ കണ്ടന്റിനെ പറ്റി അറിയാം, പക്ഷെ അത് പറയാനുള്ള വേർഡ്സ് നമ്മുടെ ഇല്ല. ഇതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നതാണ്, നിങ്ങൾ സ്പ്രഹൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡെയിലി എന്തായാലും പ്രാക്ടീസ് ചെയ്യും, സ്പ്രഹൻ ആണെങ്കിലും ഷൈബൻ ആണെങ്കിലും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു PDF ഉണ്ട്, അതിൽ കുറെ വൊക്കാബ് ഉണ്ടെങ്കിൽ അത് മാത്രം പഠിക്കാതെ, അത് നിങ്ങൾ വേണേൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഷൈബൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഷൈബൻ അപ്പം എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറെ വൊക്കാബുകൾ ആവശ്യം, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ യൂസ് ചെയ്യും. ഇപ്പൊ കുറെ വേർഡ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കണം, നുട്സൻ, ബെന്യൂട്സൻ, അല്ലെ ഹിൽഫറേഷ്, ഹിൽഫെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ സെന്റൻസിൽ ഇത് കുറെ നിങ്ങൾ ഈ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് ഇത് ഉപയോഗിച്ചെങ്കിൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു വെർബ് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ ഓക്കെ, നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ അല്ലെ ആ ഒരു എസ്സേ, ആ ഒരു ബ്രീഫ്, ബ്ലോഗ് എന്താവട്ടെ, നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള വെർബുകൾ ഉപയോഗിക്കാം. അതായത് റിപ്പീറ്റഡ് അർത്ഥം വരുന്ന വെർബുകൾ ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ അത് സെയിം വെർബ് ഉപയോഗിക്കാതിരുന്നാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞു യൂസ് ചെയ്യുക എന്നുള്ളതിന് ബെന്യൂട്സൻ ഉണ്ട്, നുട്സൻ ഉണ്ട്, അതിന് ഇതായിട്ട് ഹിൽഫറിഷ് ഉണ്ട്, നോമൻ ആയിട്ട് ഹിൽഫി ഉണ്ട്. അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ നിങ്ങൾ നുട്സൻ എന്ന് തന്നെ ഉപയോഗിക്കാതെ അതിന്റെ വേറെ സംഭവങ്ങൾ ഉപയോഗിക്കുക. അതിന് നോമൻ വെർബ് ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോ ഒരു ഇത് ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലായിടത്തും ഈ നുട്സൻ എന്ന് എഴുതാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നുട്സന് വേറൊരു വെർബ് ഉണ്ടോ എന്ന് തപ്പുക. അപ്പൊ യൂസ് ചെയ്യുക എന്നുള്ളതിന് വേറെ വെർബ് നിങ്ങൾ അത് എഴുതി വെക്കുക. നിങ്ങൾ അത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ അത് വൊക്കാബുക്കിലേക്ക് കൂടി എഴുതി വെക്കുക. അപ്പൊ ഷൈബൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വെർബുകൾ തന്നെ അല്ലാതെ പുതിയ വേർഡ്സും കൂടി, ഒരുപാട് ടഫ് വേർഡ്സ് എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിപ്പോ നമ്മൾ എഴുതുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു ഒരു സംഭവം എഴുതണം, പക്ഷെ അതിന്റെ വേർഡ് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സെന്റൻസ് അങ്ങ് മാറ്റിക്കളയും വേറെ എഴുതാൻ വേണ്ടി. അപ്പൊ അങ്ങനെ മാറ്റിക്കളയാം. നിങ്ങൾ വീട്ടിൽ വെച്ചൊക്കെ ടൈം എടുത്തിരുന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതേ വേർഡ്. ആ വേർഡ് നിങ്ങൾ അവിടെ എഴുതുക, അത് നിങ്ങൾ വൊക്കാബിലേക്ക് വെക്കുക. അപ്പൊ നിങ്ങൾ അതിൽ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ അത് പിന്നീട് വായിക്കുമ്പോഴും നിങ്ങൾക്ക് ആ വേർഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ ആ വേർഡ് മറക്കില്ല. അതേപോലെ വൊക്കാബുക്കിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒന്നിച്ച് പഠിക്കാനും പറ്റും. അപ്പൊ ഇതാണ് സ്പ്രഹനും ഷൈബനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. സ്പ്രഹൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ ഒരു വേർഡ് കിട്ടുന്നില്ല, ഓക്കെ, അന്നാലും തന്നെ അത് കളക്ട് ചെയ്ത് വെക്കുക. പഠിക്കണം എന്നല്ല പറയുന്നത്, കളക്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ സമയം അനുസരിച്ച് ഒരു ദിവസം 10 വൊക്കാബോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളത് പഠിക്കുക. ഇതാണ് എനിക്ക് ടിപ്പായിട്ട് വൊക്കാബ് കളക്ട് ചെയ്യുന്നത്, എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ളൊരു ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ കുറെ പേർക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അറിയില്ലാത്തവർക്ക് വേണ്ടി എന്നോട് ചോദിച്ച കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വൊക്കാബ് പഠിക്കണോ, ഈ PDF പഠിക്കണോ, ആ PDF പഠിക്കണോ എന്താണെന്നുള്ളതിനുള്ള സംശയം മാറി കിട്ടും. നിങ്ങൾക്ക് വേണ്ട വൊക്കാബുകളാണ് പഠിക്കേണ്ടത്, നിങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള വൊക്കാബുകളാണ് പഠിക്കേണ്ടത്. അപ്പൊ അതിന് ഈ ഒരു പണി ചെയ്താൽ മതി. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ വൊക്കാബുകൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുക, നമുക്ക് ഒരു വേർഡ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എവിടെ നിന്ന് കിട്ടും. ഞാൻ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു, ലിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ലിയോ. ഞാൻ ആ ആപ്പിന്റെ ലിങ്ക് വേണമെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലിയോ എന്ന് പറയുന്ന ആപ്പാണ്, ഒരു ടൈഗറിന്റെ ഒക്കെ ഒരു മഞ്ഞ പടമൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ അതാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അത് നമ്മൾ അതിനകത്തൊരു വേർഡ്, ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഹെൽപ്പ് എന്നുള്ളതാണെങ്കിൽ ഹെൽപ്പ് അടിക്കുമ്പോൾ അതിന് വേണ്ട ഉള്ള വെർബുകളെല്ലാം വരും, അതിന് വേണ്ട നോമനുകൾ വരും, അഡ്ജക്റ്റീവ്സ് വരും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരും. അപ്പൊ നമ്മൾ അതിൽ നെക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെർബിന്റെ ആണെങ്കിൽ എല്ലാത്തിന്റെ പ്രൊനൗൺസിയേഷൻ കിട്ടും, വെർബിന്റെ കോഞ്ചുവേഷൻ, പെർഫെക്റ്റിൽ എന്താണ്, പ്രത്യയത്തിൽ എന്താണ്, അതേപോലെ എന്താണ് പാർട്ടിസിപ്സോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിരുന്നു ലിയോ.
അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പഠിച്ചെടുത്ത് തന്നെ പഠിപ്പിക്കാൻ കയറിയേക്കുവാണ്. അപ്പൊ അവിടെ ഞാൻ പിള്ളേർക്ക് ഇത് സജസ്റ്റ് ചെയ്യുമ്പോൾ കുറെ പേർക്ക് ലിയോ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്, സപ്പോർട്ട് ആവുന്നില്ല അവരുടെ ഫോണിൽ. ഇപ്പൊ കുറെ പേർക്ക് കിട്ടുന്നില്ല, എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. അപ്പൊ ലിയോ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അത് കിട്ടുന്നില്ല. ഒരുപാട് ഇതേപോലെ തന്നെ ജർമ്മൻ ആപ്പുകളുണ്ട്. വെർബൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിൽ വെർബിന്റെ ആണ് കൂടുതൽ വരുന്നത്. വെർബൻ എന്ന് പറയുന്ന ആപ്പുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അങ്ങനത്തെ ആപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനത്തിന് പക്ക വേറെ വേറെ വെർബുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നും കിട്ടണമെന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ആപ്പുകൾ ഉപയോഗിച്ചാൽ ബെറ്റർ ആയിരിക്കും. ഇനി ഇതൊന്നും സപ്പോർട്ട് ആവില്ല എന്നുണ്ടെങ്കിൽ ഈ പറയും പോലെ നിങ്ങൾ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ആപ്പിളിന് എന്താ പറയേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആപ്പിളിന് അടിച്ചു കൊടുത്താൽ ആഫൽ എന്നേ വരുള്ളൂ, അതിന്റെ ആർട്ടിക്കിൾ വരില്ല. അപ്പൊ അതിന് കൂടെ ദ ആപ്പിൾ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദർ ആഫൽ എന്ന് വരും. അതേപോലെ നിങ്ങൾ അതിന്റെ ആർട്ടിക്കിൾ രീതിയിൽ അടിച്ചു കൊടുത്താലേ എനിക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി ഗൂഗിളിൽ അടിച്ചു കൊടുക്കണം വാട്ട് ഈസ് ദ ആർട്ടിക്കിൾ ആൻഡ് വാട്ട് ഈസ് ദ ജർമ്മൻ എന്നുള്ള രീതിയിൽ അടിച്ചു കൊടുക്കണം. ജർമ്മൻ വേർഡ് ഫോർ ആപ്പിൾ എന്നുള്ള രീതി വിത്ത് ആർട്ടിക്കിൾ എന്ന് അടിച്ചു കൊടുത്താൽ വരും. അങ്ങനത്തെ രീതിയിൽ അടിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് ആവുന്നില്ല ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. അതായത് നിങ്ങൾ പക്ക ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ സെന്റൻസ് അടിച്ചു കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക വേണ്ട രീതി നിങ്ങൾക്ക് ഗ്രാമാറ്റിക്സ് വെച്ച് വേണ്ട രീതിയിൽ പറയാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആപ്പ് ലിയോ വെർബൻ എന്നൊക്കെ പറഞ്ഞ ആപ്പ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. അപ്പൊ അതൊക്കെ കിട്ടുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചു ഡ്യുവോലിംഗോ യൂസ് ചെയ്യാറുണ്ട്. ഡ്യുവോലിംഗോ ഞാൻ പഠിക്കാൻ കയറുന്നതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ജർമ്മൻ എന്നൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനിങ് ലെവലിലാണ് ചെയ്തത്. പിന്നെ ഞാൻ തൊട്ടിട്ടേ ഇല്ല ആപ്പ്. പക്ഷെ അതുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ വേറെ എക്സ്ട്രാ എന്ത് ചെയ്യുന്നു അതൊക്കെ ഹെൽപ്ഫുൾ ആവും. ഇപ്പൊ ഡ്യുവോലിംഗോന്ന് ഞാൻ ഓൾറെഡി പഠിക്കാൻ പോയപ്പോ എനിക്ക് മിൽഷൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പൊ അതുപോലെ ഡ്യുവോലിംഗിൽ നിങ്ങൾ ഇങ്ങനെ കുറച്ച് കൂടി ലെവൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വൊക്കാബ്സും ഒക്കെ അതിൽ നിന്നും കിട്ടാൻ പറ്റും, പ്രൊനൗൺസിയേഷനും ഒക്കെ കിട്ടും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ആപ്സ് വേണേലും ഉപയോഗിക്കാം. എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് ഗുണേ ചെയ്യുള്ളൂ. നമ്മൾ ജസ്റ്റ് പഠിക്കാതെ വേറെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, ബ്ലോഗ് കാണുക, ജർമ്മൻ വീഡിയോസ് കാണുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് ജർമ്മൻ വീഡിയോസ് കാണുക. അപ്പൊ പ്രൊനൗൺസിയേഷൻ കിട്ടും, നിങ്ങൾക്ക് ലേസൺ പോകും, ഹ്യോറൻ പറ്റും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. അപ്പൊ വൊക്കാബ് കളക്ട് ചെയ്യാനുള്ള മെയിൻ സംഭവമാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാതെ വലിയ ട്രിക്ക് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ചില വൊക്കാബൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ഇതിന്റെ ആർട്ടിക്കിൾ ഇങ്ങനെയാണുള്ളത്. പിന്നെ എന്ത് വൊക്കാബ് പഠിക്കുമ്പോഴും നമ്മൾ നോമനാണ് പഠിക്കുന്നതെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ ഉൾപ്പെടെ പഠിക്കുക. ആർട്ടിക്കിൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പല പ്രപ്പോസിഷൻ ഉപയോഗിക്കും, ആർട്ടിക്കിൾ തെറ്റിപ്പോയി, അതൊക്കെ ഒരു മിസ്റ്റേക്സ് കൂട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ വേറൊരു സാധാ സെന്റൻസ് ജസ്റ്റ് ആർട്ടിക്കിൾ എഴുതിയില്ലേ കൂടി പ്രപ്പോസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഏത് പ്രപ്പോസിഷൻസ് ആഡ് ചെയ്താലും ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. കാരണം പ്രപ്പോസിഷൻസ് അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻ ആണ്, അതിൽ ആർട്ടിക്കിളിലാണ് നമ്മൾ ആ വ്യത്യാസം കാണിക്കുന്നത്. അപ്പൊ അന്നേരം ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ കൃത്യം അറിയില്ല എന്നുള്ള രീതിയാണ്. അതേസമയം നമ്മൾ പ്രപ്പോസിഷൻ ആഡ് ചെയ്യുമ്പോൾ ആർട്ടിക്കിളും കൂടി ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് ഫുള്ളി മനസ്സിലായി, അല്ലെ ആ കോൺസെപ്റ്റ് നമുക്ക് അറിയാന്നുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. വൊക്കാബ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെച്ച് ജസ്റ്റ് പഠിക്കുമ്പോൾ ജസ്റ്റ് അതിന്റെ പേര് മാത്രം പഠിക്കുക, ആർട്ടിക്കിൾ ഉൾപ്പെടെ പഠിക്കുക. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അതേപോലെ ഇപ്പൊ കുറെ അറിയാമായിരിക്കുമല്ലോ, കുറെ വേർഡ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഹെൽപ്പ് ചെയ്യാന്നുള്ള മെനൂട്ട്സ് അങ്ങനെ കുറെ വെർബുകളൊക്കെ ഇപ്പൊ അറിയാലോ. അപ്പൊ ഇനി നിങ്ങൾ അതിന്റെയൊക്കെ വേറെ വെർബുകൾ ഉണ്ടോ എന്ന് തപ്പുക. വേറെ വെർബുകൾ ഇപ്പൊ ഓൾറെഡി അത് നിങ്ങൾക്ക് അറിയാം. വേറെ വെർബുകൾ പഠിക്കുക. നോമൻ വെർബും എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കണം. പോസിസ്റ്റിക് സൈൻ എന്ന് പറയുന്ന നോമൻ വെർബിൻഡും എന്നുള്ള സംഭവം ഉണ്ട്. അതായത് നമ്മളത് ഒരു ഫ്രേസ് മാതിരി പറയുന്ന രീതിയിൽ. അപ്പൊ അതിന് ഇൻആക്റ്റ് നേമൻ എന്ന് നമ്മൾ പറയും. അങ്ങനത്തെ സംഭവങ്ങൾ പഠിക്കുക. ഒരു വെർബിന് പകരം നമുക്ക് വേറെ എന്ത് നോമൻ വെർബിൻഡും ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലായിടത്തും ആ സെയിം വെർബ് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നോമൻ വെർബിന് യൂസ് ചെയ്യുക ഒരു ഗ്രാമാറ്റിക് ആഡ് ആവുകയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു എഴുതുന്നതിന്റെ അല്ലെ പറയുന്നതിന്റെ ഒരു ഇത് കൂടുകയാണ്, ഒരു ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ രീതികളിൽ നിങ്ങൾ ചെയ്താൽ മതി. വൊക്കാബ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. ബാക്കി നിങ്ങൾ ചിലർ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്പീക്കിംഗ് സ്റ്റാർട്ട് ആക്കാൻ, അതായത് സ്പീക്കിംഗ് ചെയ്യണമെന്നുണ്ട് പക്ഷെ അങ്ങ് വരുന്നില്ല, അങ്ങ് പറയാൻ പറ്റുന്നില്ല. അത് നിങ്ങൾക്ക് വൊക്കാബിന്റെ കുറവ് കൊണ്ടായിരിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൊക്കാബിന്റെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലാത്തത്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിപ്പൊക്കോട്ടെ, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഫ്ലോ ആയി വരും. പക്ഷെ ആ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൊക്കാബ് വേണം. അപ്പൊ ആ വൊക്കാബിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നും ഒരു 10 വൊക്കാബാണ് 10 വൊക്കാബ് വെച്ച് പഠിക്കുക. അത് കഴിയുമ്പോൾ എക്സാം ഒക്കെ ആകുമ്പോൾ ഓക്കെ കളക്ട് ചെയ്യുന്ന നിങ്ങൾ എന്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആ ഉള്ളത് തന്നെ വീണ്ടും പഠിക്കുക. കാരണം നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഓർത്തിരിക്കണം. എനിക്ക് ചിലർക്കൊക്കെ നല്ല ഓർമ്മശേഷി ഉള്ളവരുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ കാണാപ്പാടോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന ഒന്നും ഓർത്തിരിക്കില്ല, പിന്നീട് പെട്ടെന്ന് മറന്നു. അപ്പൊ അത് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കിയ സംഭവമാണെങ്കിൽ കിട്ടും. അതല്ലാതെ ജസ്റ്റ് വേർഡ്സ് ഒക്കെ മറന്നു. അപ്പൊ അത് മാക്സിമം അല്ല, ഞാനപ്പോൾ എല്ലായിടത്തും ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ എല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വൊക്കാബ്സ് ഒക്കെ ഓർത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പിന്നീട് ഒന്നും കൂടിയൊക്കെ നോക്കുക എന്നുള്ളതാണ് വരിക. അപ്പൊ ഇതാണ് എനിക്ക് വൊക്കാബിനെ കുറിച്ച് എങ്ങനെ വൊക്കാബ് പഠിക്കണം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ എന്നോട് ചോദിച്ചത് കൊണ്ട് അതിന്റെ ഒരു രീതിയിൽ ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു നിവർത്തിയില്ല, നമ്മൾ തനിയെ പഠിക്കുക എന്നുള്ളതാണ്. ട്രിക്കായിട്ടൊന്നുമില്ല, ടിപ്സ് എന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇനി നമ്മുടെ BTയുടെ പ്രിപ്പറേഷൻ ക്ലാസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഇപ്പൊ ഒരു 4 days ഒക്കെ ആകുന്നു. നല്ല രീതിയിൽ പോകുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഓരോ 1 week കഴിയുമ്പോൾ അടുത്തടുത്ത ബാച്ച് ആയിട്ട് ഇതുണ്ട്. അപ്പൊ എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ട്, നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ആൾക്കാർക്കും ഷെയർ ചെയ്യണം, സജസ്റ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.